വെൽക്കം ടു ഗോകുലം പാർക്ക്. വീണ്ടും ഒരു ക്രിസ്മസ് സീസൺ നമുക്ക് എത്തിയിരിക്കുകയാണ്. ഈ സീസണിൻ്റെ പ്രത്യേകത, അതായത് ഡിസംബർ 1 തുടങ്ങി നമുക്ക് ഒരു ആഘോഷത്തിൻ്റെ ഒരു മാസമാണ് വരുന്നത്. എവിടെ നോക്കിയാലും നമ്മൾ പുറത്ത് എവിടെ നോക്കിയാലും ഏത് സ്ഥലങ്ങളിലോ എന്തെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ സ്റ്റാർസ് തൂക്കുന്നതും ക്രിസ്മസ് ട്രീകൾ, അതുപോലെ സാന്താക്ലൂസ്, ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുടെ ഒരു സമയമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേക്കുകളുടെ കാര്യങ്ങളിലാണ്. നമ്മൾ ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ അത് പ്ലം കേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ടാർട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ആപ്പിൾ ടാർട്ട് എന്നാണ്. ആപ്പിൾ വെച്ചിട്ടുള്ളൊരു ടാർട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് മൈദ, വെജിറ്റബിൾ ഫാറ്റാണ്, അത് മാർഗറിൻ, കുറച്ച് സോൾട്ട്, മെൽറ്റഡ് ബട്ടർ, ഐസ് വാട്ടർ. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഷോർട്ട് ക്രസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മാർജറിൻ, മെൽറ്റഡ് ബട്ടർ, മൈദ, കുറച്ച് സോൾട്ട് കൂടെ. ഇത് ശരിക്ക് ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. ശരിക്കും ക്രംബിൾ എന്നാണ് പറയുക. അതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ക്രംബിളിങ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ഐസ് വാട്ടറാണ് ഇതിനകത്ത് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഒരു ഡോയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പൈ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു മോൾഡുണ്ട്. ഇതാണ് അതിൻ്റെ മോൾഡ്. ഇതിലാണ് സാധാരണ കൂടുതലും പൈ ബേക്ക് ചെയ്യാറ്. അത്രയും വലിയ ഇതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇതിനെ ലൈനിങ് ചെയ്യാമെന്ന് പറയാം. ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാമെന്നാണ്. നമ്മൾ സാവധാനം കുറേശ്ശെ ആയിട്ട് ഡോ എടുത്തിട്ട് ഇതിലേക്ക് ലൈനിങ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ് ചെയ്ത് കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കാണാം. ഇതേപോലെ ഇത്രയും തിക്നെസ്സിൽ നമുക്കിത് ലൈനിങ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ഒരു ആപ്പിളിൻ്റെ ഒരു മിക്സറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുവരെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിത് കുറച്ച് മാറ്റി വെക്കാം. ഓക്കെ, നമ്മുടെ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബട്ടർ മെൽറ്റ് ചെയ്യുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങിനുള്ള ആപ്പിൾ നന്നായി സോട്ട് ചെയ്യുക. ഒന്നൽപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ അതിലേക്കിടാം. ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരിക ഈ ചൂടിൽ. പിന്നെ ഈ ആപ്പിളിൻ്റെ വെള്ളമുണ്ട്, അപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോൾ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ്, മീൻസ് സ്പഞ്ചിൻ്റെ ക്രംസാണിത്, അത് കുറച്ച് ആഡ് ചെയ്യാം. നല്ല തിക്കായിട്ടുണ്ടാവും. ക്രംസിട്ട് ശേഷം കുറച്ച് സിനമണിൻ്റെ പൗഡറാണിത്, ഒരല്പം സിനമൺ പൗഡർ. ഇതിലും നല്ല സ്പൈസസിൻ്റെ ഫ്ലേവർ കൂടുതലുണ്ടാവണം. ഇത് നട്ട്മഗിൻ്റെ പൗഡറാണ്, അത് കുറച്ചിടുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആപ്പിൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബട്ടറിലാണ് നമ്മൾ കുക്കാക്കിയത്. പിന്നെ അതിനകത്തേക്ക് ഷുഗർ ഇട്ടു, സ്പഞ്ചിൻ്റെ ക്രംസ് ഇട്ടു, സ്പൈസസ് ഇട്ടു. അപ്പോൾ നല്ലൊരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്തു വെച്ച ഈ മോൾഡിലേക്ക് ഇത് ഫില്ല് ചെയ്യാം. ഇത് എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ ഫില്ല് ചെയ്യുക. അധികം ഒരു മീഡിയം തിക്കിലാണ് ഇത് നമ്മൾ പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ബേക്ക് ആവാനും ഹീറ്റ് ഉള്ളിലേക്ക് കടക്കാനും എളുപ്പമാണ്. വേഗം ബേക്കായി കിട്ടുകയും ചെയ്യും. നമ്മളത് എടുത്ത് ഇതിലേക്ക് മുകളിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തു. എല്ലാ വശങ്ങളിലും അടഞ്ഞു തന്നെ ഇരിക്കുന്ന രീതിയിൽ ഇത് കവർ ചെയ്തു. നമ്മുടെ ആപ്പിൾ പൈ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ ഇതിന് ബേക്കിങ്ങിന് വേണ്ടി പോവാം. ഓക്കെ, നമ്മുടെ ആപ്പിൾ പൈ റെഡിയാണ്. നമുക്കിനി ബേക്കിങ്ങിന് വേണ്ടി ഓവനിൽ വെക്കാം. ഏകദേശം 170 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂറോളം വേണ്ടി വരും ഇതിന്. ഓക്കെ, നമ്മുടെ ആപ്പിൾ ടാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒരു കൂടുതലായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഷുഗർ പൗഡർ തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ആപ്പിൾ കേക്കിൻ്റെ ഗാർണിഷ് കഴിഞ്ഞു. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ നമുക്ക് ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്പിൾ ടാർട്ട് റെഡിയായി. ആ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് കൂടുതലായിട്ട് വരുന്നുണ്ട്. വളരെ ഈസി മെത്തേഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ
നമുക്ക് വീടുകളിൽ മൈക്രോവേവ് ഓവനിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്.